ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്നും. അർജുൻ, ഇപ്പോൾ സന്നിധാനത്തെ കാര്യമായ മഴയില്ലെന്ന് തോന്നുന്നു, പക്ഷേ അന്തരീക്ഷം മൂടിക്കെട്ടിയ നിലയിലാണ്. ശബരിമല തീർത്ഥാടകർക്ക് വലിയ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി. പമ്പയിൽ കുളിക്കരുത്, അതേപോലെ ഏതെങ്കിലും സ്ഥലത്ത് വെള്ളക്കെട്ടിൽ ഇറങ്ങരുത് എന്നൊക്കെ മന്ത്രി പറയുകയും ചെയ്തു, നമ്മൾ കണ്ടു. എന്താണ് സന്നിധാനത്തെ വിശേഷങ്ങൾ, അർജുൻ മട്ടന്നൂർ? അരുൺകുമാർ, ശനിയാഴ്ച തുടങ്ങിയ മഴ ഇടവിട്ട് ഇപ്പോഴും തുടരുന്നുണ്ട് സന്നിധാനത്തും പമ്പയിലും അതോടൊപ്പം നിലയ്ക്കലിലും. ഇന്ന് രാവിലെ മുതൽ മഴക്കൽപ്പം ശമനമുണ്ടെങ്കിൽ പോലും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അതിശക്തമായ മഴ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എങ്കിൽ പോലും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. സുഗമമായ ഒരു തീർത്ഥാടനത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ തന്നെ മഴയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കർശനമായ നിർദ്ദേശങ്ങളാണ് തീർത്ഥാടകർക്ക് ജില്ലാ ഭരണകൂടവും മറ്റും നൽകിയിരിക്കുന്നത്. അതായത് എരുമേലിൽ നിന്ന് പരമ്പരാഗത കാനനപാത വഴിയുള്ള തീർത്ഥാടനം താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ്. ഭക്തരെ അതുവഴി പ്രവേശിപ്പിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ കുമളിയിൽ നിന്ന് ഈ സത്രം വഴി പുല്ലുമേട് വഴിയുള്ള വഴിയും ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. അതുവഴിയും തീർത്ഥാടകരെ കടത്തിവിടുന്നില്ല. പ്രത്യേകിച്ച് ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ രണ്ട് വഴികളിലൂടെയുള്ള തീർത്ഥാടനവും ഇപ്പോൾ താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നത്. ഇവരൊക്കെ തന്നെ പമ്പയിലെത്തി നേരിട്ട് സന്നിധാനത്തേക്ക് വരണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പമ്പ നദിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പമ്പയിൽ കുളിക്കുന്നതിന് താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ മാറി മഴ ശമിക്കുന്നതുവരെ പമ്പയിൽ ഇറങ്ങരുത്. അതോടൊപ്പം തന്നെ അതിനു മുൻപുള്ള മറ്റ് ജലാശയങ്ങളിലും തീർത്ഥാടകർ ഇറങ്ങരുത് എന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ നൽകാം. എന്തായാലും ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പമ്പയിൽ ഇറങ്ങി കുളിക്കാൻ നിൽക്കരുത്. വഴിവക്കിൽ നിങ്ങൾ യാത്രയുടെ വേളയിൽ കാണുന്ന ചെറിയ നദികളിലോ പുഴകളിലോ ഒന്നും ഇറങ്ങാൻ ശ്രമിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി നൽകുന്നുണ്ട്. ജെയ്സൺ